നമസ്കാരം. ആലപ്പുഴയിൽ തമ്മിൽ തല്ല നടത്തി CPM നേതാക്കൾ. പാർട്ടിയിലെ ചേരിപ്പോര് ശക്തമായ ആലപ്പുഴയിലാണ് അക്രമം നടന്നത്. ഒരാൾക്ക് വെട്ടേൽക്കുകയും ചെയ്തു. പരാജയമാണെന്ന് മനസ്സിലാക്കിയാൽ CPM അക്രമം അഴിച്ചുവിടുമെന്ന് നേരത്തെ CPM പറഞ്ഞു വെച്ചതുപോലെ തന്നെ സംഭവിക്കുകയുണ്ടായി. തിരഞ്ഞെടുപ്പ് ദിവസം പോളിംഗ് കുറഞ്ഞതോടെ പരാജയം ഉറപ്പാക്കിയ CPM പ്രവർത്തകർ മിക്കയിടങ്ങളിലും വാക്ക് തർക്കത്തിൽ തുടങ്ങി അക്രമം തുറന്നുവിടുകയായിരുന്നു. കായംകുളത്തെ പാർട്ടിക്കുള്ളിലെ ഭിന്നതയും ഒരു കൂട്ടം പ്രവർത്തകർ രാജിവെച്ചതുമെല്ലാം വലിയ ചർച്ചയായിരുന്നു. അതിന് പിന്നാലെ CPM പാർട്ടി കേന്ദ്രമായ ആലപ്പുഴയിലെ കുട്ടനാട്ടിലെ വടക്കൻ വെളിയനാട് ബൂത്തിനു മുന്നിൽ CPM പ്രവർത്തകർ തമ്മിൽ സംഘർഷം നടത്തുകയായിരുന്നു. ഏറ്റുമുട്ടലിൽ ഒരാൾക്ക് മഴുകൊണ്ട് വെട്ടേൽക്കുകയും മറ്റൊരാൾക്ക് മാരകമായ പരിക്കേൽക്കുകയും ചെയ്തു. CPM പ്രവർത്തകരായ മണിക്കുട്ടൻ, രാമചന്ദ്രൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. CPMൽ കടുത്ത വിഭാഗീയത നിലനിൽക്കുന്ന സ്ഥലമായ വെളിയനാടിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾ വളരെ വലിയ രീതിയിൽ നിലനിന്നിരുന്നു. CPM പ്രവർത്തകർ തമ്മിലുണ്ടായ വാക്കേറ്റം പിന്നീട് ഏറ്റുമുട്ടലിൽ കലാശിക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ തന്നെ പറഞ്ഞു. പരാജയത്തിന് കാരണം സർക്കാരാണെന്ന് പാർട്ടിയിൽ തന്നെ ഉയരുന്നുണ്ട്. കടുത്ത ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ അലയടിക്കുകയാണ്. അതാണ് പോളിംഗ് കുറഞ്ഞതിന്റെ കാരണങ്ങൾ എന്നതടക്കം പാർട്ടിയിൽ ചർച്ചകൾ ശക്തമാണ്. അതിന് പിന്നാലെ EP ജയരാജന്റെ വിവാദവും. ഇതെല്ലാത്തിനും പിന്നാലെയാണ് CPMന്റെ തമ്മിൽ പോര് തിരഞ്ഞെടുപ്പ് ദിവസം ശക്തമായത്. എറണാകുളത്തും കിഴക്കമ്പലത്തും CPM പ്രവർത്തകർ സംഘർഷം അഴിച്ചുവിട്ടിരുന്നു. CPM 2020 പ്രവർത്തകർ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു സ്ത്രീ ഉൾപ്പെടെ 2 പേർക്ക് പരിക്കേറ്റു. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആറ്റിങ്ങലിൽ BJP ബൂത്ത് ഓഫീസറിന് നേരെയും CPM പ്രവർത്തകർ ആക്രമണം നടത്തുകയും പ്രവർത്തകർക്ക് നേരെ വധഭീഷണി മുഴക്കുകയും ചെയ്തിരുന്നു. വെഞ്ഞാറമൂട് മേഖലയിലെ വിവിധ ബൂത്ത് ഓഫീസുകൾ CPM പ്രവർത്തകർ നശിപ്പിച്ചതായും പരാതിയുണ്ട്. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ വെഞ്ഞാറമൂട് മേഖലയിലെ BJP ബൂത്ത് ഓഫീസുകൾക്ക് നേരെ CPM പ്രവർത്തകരുടെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് അഴിച്ചുവിട്ടത്. ബൂത്ത് ഓഫീസുകൾ നശിപ്പിക്കുകയും പ്രവർത്തകരെ ആക്രമിക്കുകയും ചെയ്തു. ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷം ബൂത്തിലേക്ക് പ്രവർത്തകരെത്തിയാൽ വകവരുത്തുമെന്ന വധഭീഷണി മുഴക്കിയതായും BJP പ്രവർത്തകർ പറഞ്ഞു. NDA സ്ഥാനാർത്ഥി V മുരളീധരന്റെ ഫ്ലക്സ് ബോർഡുകൾ CPM പ്രവർത്തകർ ചവിട്ടി നശിപ്പിച്ച നിലയിലാണ്. വാമനപുരം നിയോജക മണ്ഡലത്തിലെ വെഞ്ഞാറമൂട്, കോട്ടുകുന്നം, കളമച്ചൽ, കല്ലറ തുടങ്ങിയ ഭാഗങ്ങളിലാണ് CPM പ്രവർത്തകർ BJPയുടെ ബൂത്ത് ഓഫീസുകളിൽ ആക്രമണം നടത്തിയത്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ BJPക്ക് വർദ്ധിച്ചു വരുന്ന ജനപ്രീതിയിൽ അസ്വസ്ഥത തോന്നിയ CPM പ്രവർത്തകരാണ് ഇത്തരത്തിൽ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടതെന്നും ഇതിന് പിന്നിലെന്നും BJP ആരോപിക്കുന്നു. CPM പ്രവർത്തകർ വധഭീഷണി മുഴക്കിയതായും BJP പറഞ്ഞു. കിഴക്കമ്പലത്ത് CPM പ്രവർത്തകർ ബൂത്തിലേക്ക് കയറി വന്ന സ്ത്രീകളെ ഉൾപ്പെടെ ആക്രമിക്കുകയായിരുന്നുവെന്ന് 2020 പ്രവർത്തകരും ആരോപിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5 മണിയോടെയായിരുന്നു സംഭവം നടന്നത്. CPM പ്രവർത്തകർ ബൂത്ത് നശിപ്പിക്കാനും ശ്രമിച്ചതായി 2020 പറഞ്ഞു. ആക്രമണത്തിൽ പരിക്കേറ്റ 2020 പ്രവർത്തകരെയും മറ്റൊരാളെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് തന്നെ ഇരു പാർട്ടികളും തമ്മിൽ വാക്കേറ്റങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന്റെ തുടർച്ചയായി നടന്ന വാക്കേറ്റം സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നുവെന്നും CPM പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയതായും 2020 പ്രവർത്തകർ ആരോപിച്ചു.